ഹലോ നമസ്കാരം കൂട്ടുകാരെ. യൂണിവേഴ്സിറ്റി എൽജിഎസിനായിട്ടുള്ള സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിൽ ആറാമത്തെ മൊഡ്യൂളിൽ എന്താ വരുന്നത്? നവോത്ഥാനം എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. ഓക്കെ, നോക്കാം. കേരള നവോത്ഥാനത്തിൽ പൊയ്കയിൽ യോഹന്നാനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. പൊയ്കയിൽ യോഹന്നാൻ ജനനം 1879 ഫെബ്രുവരി 17, മരണം 1939 ജൂൺ 29. പിതാവ് പൊയ്കയിൽ കണ്ടൻ, മാതാവ് കുഞ്ഞിലേച്ചി, ഭാര്യ ജാനമ്മ. ജനനസ്ഥലം ഇരവിപേരൂർ, പത്തനംതിട്ട. ബാല്യകാല നാമം കൊമരൻ എന്നും അറിയപ്പെടുന്നുണ്ട്. കുമാരഗുരുദേവൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ അപ്പച്ചൻ, പറയൻ യോഹന്നാൻ, പുലയൻ മത്തായി എന്നീ പേരുകളിൽ അറിയപ്പെട്ട നവോത്ഥാന നായകൻ. ദ്രാവിഡ ദളിതൻ എന്ന ആശയം ആവിഷ്കരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ദളിതർക്ക് പ്രത്യേകം പള്ളി സ്ഥാപിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച നവോത്ഥാന നായകൻ. സർക്കാർ അനുവാദത്തോടെ തിരുവിതാംകൂർ ദളിതർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ അതായത് PRDS സ്ഥാപകനാണ് പൊയ്കയിൽ യോഹന്നാൻ. PRDS സ്ഥാപിച്ചത് 1909. പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂർ. പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ മുഖപത്രമാണ് ആദിയാർ ദീപം. പൊയ്കയിൽ യോഹന്നാൻ്റെ കവിതാ സമാഹാരമാണ് രത്നമണികൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ PRDS സ്ഥാപിച്ചത് 1909. പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂർ. പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ മുഖപത്രമാണ് ആദിയാർ ദീപം. പൊയ്കയിൽ യോഹന്നാൻ്റെ കവിതാ സമാഹാരമാണ് രത്നമണികൾ. പൊയ്കയിൽ യോഹന്നാൻ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1921, 1931. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ PYQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഈ പോയിന്റ് ഉൾപ്പെടുത്തിയിട്ട്. അപ്പോൾ പൊയ്കയിൽ യോഹന്നാൻ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1921, 1931. പൊയ്കയിൽ യോഹന്നാൻ ബൈബിൾ കത്തിച്ചു പ്രതിഷേധിച്ച സംഭവമാണ് വാകത്താനം ലഹള, 1906. പൊയ്കയിൽ യോഹന്നാൻ ബൈബിൾ കത്തിച്ചു പ്രതിഷേധിച്ച സംഭവമാണ് വാകത്താനം ലഹള, 1906. അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിൻ്റെ മോചനത്തിനായി പൊയ്കയിൽ യോഹന്നാൻ നടത്തിയ ലഹളയാണ് അടിലഹള. നിന്റെ നുള്ളരിയും ചില്ലിക്കാശും കൊണ്ട് സഭ വളർത്തുക. ആരുടെ വാക്കുകളാണ്? പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലഹളകളാണ് അടിലഹള, വാകത്താനം ലഹള, മംഗലം ലഹള, മുണ്ടക്കയം ലഹള, കൊഴുക്കുംചിറ ലഹള, വെള്ളനാടി സമരം. പൊയ്കയിൽ യോഹന്നാൻ എന്ന പുസ്തകം എഴുതിയത് MR രേണുകുമാർ. പൊയ്കയിൽ യോഹന്നാൻ എന്ന പുസ്തകം എഴുതിയത് MR രേണുകുമാർ. പൊയ്കയിൽ അപ്പച്ചൻ എന്ന കൃതി രചിച്ചത് THP ചെന്താരശ്ശേരി. THP ചെന്താരശ്ശേരിയാണ് പൊയ്കയിൽ അപ്പച്ചൻ എന്ന കൃതി രചിച്ചത്. മനയ്ക്കലെ മാണിക്യം ഏതു നവോത്ഥാന നായകനെക്കുറിച്ചുള്ളതാണ്? പൊയ്കയിൽ യോഹന്നാൻ. മനയ്ക്കലെ മാണിക്യം ഏതു നവോത്ഥാന നായകനെക്കുറിച്ചുള്ളതാണ്? പൊയ്കയിൽ യോഹന്നാൻ. ഓക്കെ, അടുത്തത് മന്നത്തു പത്മനാഭനെ കുറിച്ചാണ് നോക്കാം. മന്നത്തു പത്മനാഭൻ ജനനം 1878 ജനുവരി 2. അപ്പോൾ വേഗം ഓർത്തിരിക്കാലോ, 1878 അല്ലെ, 1878. ജനനം 1878 ജനുവരി 2. മരണം 1970 ഫെബ്രുവരി 25. പിതാവ് ഈശ്വരൻ നമ്പൂതിരി, മാതാവ് മന്നത്തു പാർവതി അമ്മ, ഭാര്യ തോട്ടക്കാട്ട് മാധവി അമ്മ. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, തോട്ടക്കാട്ട് മാധവി അമ്മ. ഓക്കെ, ജന്മസ്ഥലം പെരുന്ന. ജന്മസ്ഥലം ഏതാണ്? പെരുന്ന. കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ആരാണ്? മന്നത്തു പത്മനാഭൻ. കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്തു പത്മനാഭൻ. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? മന്നത്തു പത്മനാഭൻ. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്തു പത്മനാഭൻ.
തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റായിരുന്നു മന്നത്ത് പത്മനാഭൻ. എൻ എസ് എസിന്റെ സ്ഥാപക ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു മന്നത്ത് പത്മനാഭൻ. താലികെട്ട്, കല്യാണം, തിരണ്ടികുളി എന്നീ ദുരാചാരങ്ങൾ നിർത്തലാക്കുന്നതിനു വേണ്ടി പരിശ്രമിച്ച നവോത്ഥാന നായകൻ. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചു സവർണജാഥ നയിച്ച നവോത്ഥാന നായകൻ. വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിഖാ ജാഥ നയിച്ചു. BBC-യിൽ മലയാളത്തിൽ പ്രസംഗിച്ച നവോത്ഥാന നായകൻ. വടക്കാഞ്ചേരിയിൽ ഉത്തര കേരള നായർ സമാജം സ്ഥാപിച്ചു. മന്നത്ത് പത്മനാഭൻ INC-യിൽ അംഗമായത് 1947. ഉത്തരവാദ ഭരണവുമായി ബന്ധപ്പെട്ട് മുതുകുളം പ്രസംഗം നടത്തിയ വർഷം 1947. മന്നത്ത് പത്മനാഭൻ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ വർഷം 1949. ഭാരത കേസരി പദവി ലഭിച്ച വർഷം 1959. പത്മഭൂഷൺ ലഭിച്ചത് 1966. മന്നം ജയന്തി പൊതു അവധി ദിവസമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വർഷം 2014. മന്നത്തു പത്മനാഭനോടുള്ള ആദരസൂചകമായി തപാൽ വകുപ്പ് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 1989 ജനുവരി 2. 1989 നോക്കൂ, എത്ര മാച്ചാണല്ലേ. 1989 ജനുവരി 2. NSSന്റെ ആദ്യകാല പേര് നായർ ഭൃത്യ ജനസംഘം. ആദ്യകാല പേരെന്തായിരുന്നു? നായർ ഭൃത്യ ജനസംഘം. NSS രൂപം കൊണ്ടത് 1914 ഒക്ടോബർ 31. നായർ ഭൃത്യ ജനസംഘം NSS എന്നറിയപ്പെടാൻ തുടങ്ങിയത് 1915 ജൂലൈ 11 മുതലാണ്. അപ്പോൾ നായർ ഭൃത്യജന സംഘം NSS എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് എന്നു മുതലാണ്? 1915 ജൂലൈ 11 മുതൽ. ഇന്ത്യൻ കമ്പനി ആക്ട് പ്രകാരം NSS രജിസ്റ്റർ ചെയ്ത വർഷം 1925. സമസ്ത കേരള നായർ സമ്മേളനം നടന്ന വർഷം 1916. ഏത് സംഘടനയുടെ മാതൃകയിലാണ് NSS രൂപീകരിച്ചത്? സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. NSSന്റെ ആസ്ഥാനം പെരുന്ന. NSSന്റെ മുഖപത്രം സർവീസ് പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം കറുകച്ചാൽ, കോട്ടയം. NSSന്റെ ആദ്യ പ്രസിഡന്റാണ് K. കേളപ്പൻ. NSS എന്ന പേര് നിർദ്ദേശിച്ചത് K. പരമപിള്ളയാണ്. NSSന്റെ ആദ്യ സ്കൂളാണ് കറുകച്ചാൽ. NSSന്റെ ആദ്യ കോളേജ് പെരുന്ന. NSSന്റെ പാർട്ടി നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. മന്നത്ത് പത്മനാഭനും R. ശങ്കറും കൂടി രൂപീകരിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. മന്നത്ത് പത്മനാഭനും R. ശങ്കറും കൂടി രൂപീകരിച്ച പ്രസ്ഥാനമാണ് ഹിന്ദു മഹാമണ്ഡലം. അപ്പോൾ ഹിന്ദു മഹാമണ്ഡലം രൂപീകരിച്ചത് ആരെല്ലാമാണ്? മന്നത്ത് പത്മനാഭനും R. ശങ്കറും. മന്നത്ത് പത്മനാഭൻ കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. മന്നത്തിന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. മന്നത്ത് പത്മനാഭൻ എഴുതിയ നോവലാണ് സ്നേഹലത. മന്നത്തിന്റെ പ്രധാന കൃതികളാണ് പഞ്ചകല്യാണി നിരൂപണം, ഞങ്ങളുടെ FMS യാത്ര. മന്നം സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പെരുന്ന. നായർ സമാജം സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭൻ. കേരളീയ നായർ സമാജം സ്ഥാപിച്ചത് ശ്രീ കൃഷ്ണപിള്ളയാണ്. നായർ സമാജം ആരാണ് സ്ഥാപിച്ചത്? മന്നത്ത് പത്മനാഭനാണ്. എന്നാൽ കേരളീയ നായർ സമാജം സ്ഥാപിച്ചത് ആരാണ്? C. കൃഷ്ണപിള്ള. നോക്കാം. അടുത്തത് ചട്ടമ്പി സ്വാമികൾ. ജനനം 1853 ഓഗസ്റ്റ് 25. 1853 ഓഗസ്റ്റ് 25-നാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. മരണം 1924 മെയ് 5. 1924 മെയ് 5. പിതാവ് വാസുദേവ ശർമ്മ, മാതാവ് നങ്ങേമ പിള്ള. യഥാർത്ഥ പേര് അയ്യപ്പൻ. ബാല്യകാല നാമം കുഞ്ഞൻപിള്ള. വീട്ടുപേര് ഉള്ളൂർക്കോട് വീട്. ജന്മസ്ഥലം കൊല്ലൂർ കണ്ണൻമൂല. സദ്ഗുരു, വിദ്യാധിരാജ, സർവവിദ്യാധിരാജ, ബാലഭട്ടാരകൻ, ശ്രീഭട്ടാരകൻ, ഷൺമുഖദാസൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി എന്നിങ്ങനെ അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്.
സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. പട്ടിസദ്യ സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പിസ്വാമികൾ. തിരുവിതാംകൂറിൽ മൃഗബലി നിരോധിക്കാൻ ശ്രമിച്ച നവോത്ഥാന നായകൻ. സർവജ്ഞനായ ഋഷി, പരിപൂർണ കലാനിധി എന്നിങ്ങനെ ചട്ടമ്പിസ്വാമികളെ വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരു. സർവജ്ഞനായ ഋഷി, പരിപൂർണ കലാനിധി എന്നിങ്ങനെ ചട്ടമ്പിസ്വാമികളെ വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരു. വിദ്യാധിരാജ എന്ന പേര് ചട്ടമ്പിസ്വാമികൾക്ക് നൽകിയത് തൈക്കാട് അയ്യയാണ്. വിദ്യാധിരാജ എന്ന പേര് ചട്ടമ്പിസ്വാമികൾക്ക് നൽകിയത് തൈക്കാട് അയ്യ. ഗുസ്തി, തലപ്പന്തുകളി എന്നീ കായിക വിനോദങ്ങളിൽ നിപുണനായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പിസ്വാമികൾ. ഗുസ്തി, തലപ്പന്തുകളി എന്നീ കായിക വിനോദങ്ങളിൽ നിപുണനായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പിസ്വാമികൾ. ചട്ടമ്പിസ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം. ചട്ടമ്പിസ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം. ഏതാണ്? വടിവീശ്വരം. ചട്ടമ്പിസ്വാമികളുടെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻ പിള്ള ആശാൻ. സ്വാമികളെ ഹഠയോഗ പഠിപ്പിച്ചത് തൈക്കാട് അയ്യ. സ്വാമികളെ ഹഠയോഗ പഠിപ്പിച്ചത് തൈക്കാട് അയ്യ. സ്വാമികളെ മർമ്മവിദ്യ പഠിപ്പിച്ചത് ആത്മാനന്ദ സ്വാമികളാണ്. കുമാരവേലു എന്നറിയപ്പെടുന്ന ആത്മാനന്ദ സ്വാമികളാണ് ചട്ടമ്പിസ്വാമികളെ മർമ്മവിദ്യ പഠിപ്പിച്ചത്. സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം, തമിഴ് വ്യാകരണം എന്നിവ പഠിപ്പിച്ചത് സുബ്ബജടപാടികൾ. ചട്ടമ്പിസ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം, തമിഴ് വ്യാകരണം എന്നിവ പഠിപ്പിച്ചത് സുബ്ബജടപാടികൾ. ചട്ടമ്പിസ്വാമികളെ സംസ്കൃതം, വേദോപനിഷത്ത് എന്നിവ പഠിപ്പിച്ചത് സ്വാമിനാഥ ദേശികൾ. സ്വാമിനാഥ ദേശികളാണ് ചട്ടമ്പിസ്വാമികളെ സംസ്കൃതം, വേദോപനിഷത്ത് എന്നിവ പഠിപ്പിച്ചത്. ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയ വർഷം 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച്. ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയ വർഷം 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച്. ചട്ടമ്പിസ്വാമികളും സ്വാമി വിവേകാനന്ദനും കണ്ടുമുട്ടിയ വർഷം 1892. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ട് 10 വർഷം കഴിഞ്ഞപ്പോഴാണ് ചട്ടമ്പിസ്വാമികൾ എന്ത് ചെയ്തത്? വിവേകാനന്ദനുമായിട്ട് കണ്ടുമുട്ടിയത്. എവിടെ വെച്ച്? എറണാകുളത്ത് വെച്ച്. അപ്പോൾ ചട്ടമ്പിസ്വാമികളും സ്വാമി വിവേകാനന്ദനും കണ്ടുമുട്ടിയത് 1892. നോക്കൂ, അപ്പോൾ നമ്മൾക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും. എന്താണെന്നറിയോ? വിവേകാനന്ദൻ ചിക്കാഗോയിലേക്ക് പോയത് എപ്പോഴാണ്? 1893 അപ്പോൾ ഈ 93 അദ്ദേഹം പോകുന്നതിന് മുന്നാണ് എന്താ ചെയ്തത്? നമ്മുടെ ചട്ടമ്പിസ്വാമികളെ വന്ന് കണ്ടത് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ ചട്ടമ്പിസ്വാമികളും സ്വാമി വിവേകാനന്ദനും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം 1892 എറണാകുളം. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ചട്ടമ്പിസ്വാമികളെക്കുറിച്ച് പറഞ്ഞത് ആരാണ്? വിവേകാനന്ദൻ. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ചട്ടമ്പിസ്വാമികൾ. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ പൊരുൾ പറഞ്ഞുകൊടുത്തത് ചട്ടമ്പിസ്വാമികളാണ്. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ പൊരുൾ പറഞ്ഞുകൊടുത്തത് ചട്ടമ്പിസ്വാമികൾ. ചട്ടമ്പിസ്വാമികളുടെ സമാധി സ്ഥിതി ചെയ്യുന്നത് പന്മന, കൊല്ലം. പന്മനയിൽ ആശ്രമവും ശ്രീ ബാലഭട്ടാരക ക്ഷേത്രവും പണിതത് കുമ്പളത്തു ശങ്കുപിള്ള. കുമ്പളത്തു ശങ്കുപിള്ളയാണ് പന്മനയിൽ ആശ്രമവും ശ്രീ ബാലഭട്ടാരക ക്ഷേത്രവും പണിതത്. കുമ്പളത്തു ശങ്കുപിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ കഴിഞ്ഞകാല സ്മരണകൾ. കുമ്പളത്തു ശങ്കുപിള്ളയുടെ ആത്മകഥ എൻ്റെ കഴിഞ്ഞകാല സ്മരണകൾ. ആധാരമെഴുത്തു ജോലി ചെയ്തിരുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പിസ്വാമികൾ. ആധാരമെഴുത്തു ജോലി ചെയ്തിരുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പിസ്വാമികൾ. ചട്ടമ്പിസ്വാമികളെ സന്യാസം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ച ഗുരുവാണ് സുബ്ബജടപാടികൾ. ചട്ടമ്പിസ്വാമികളെ സന്യാസം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ച ഗുരുവാണ് സുബ്ബജടപാടികൾ. ചട്ടമ്പിസ്വാമികളുടെ ശിഷ്യന്മാരാണ് ബോധേശ്വരൻ, ശ്രീരാമാനന്ദ തീർത്ഥപാദർ. ബോധേശ്വരനും ശ്രീരാമാനന്ദ തീർത്ഥപാദരുമാണ് ചട്ടമ്പിസ്വാമികളുടെ ശിഷ്യന്മാർ. അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പിസ്വാമികൾ. അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പിസ്വാമികൾ. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പിസ്വാമികൾ രചിച്ച കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പിസ്വാമികൾ രചിച്ച കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. ബ്രാഹ്മണരല്ലാത്തവർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിക്കുന്ന ചട്ടമ്പിസ്വാമികളുടെ ഗ്രന്ഥമാണ് വേദാധികാര നിരൂപണം. ബ്രാഹ്മണരല്ലാത്തവർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിക്കുന്ന ചട്ടമ്പിസ്വാമികളുടെ ഗ്രന്ഥമാണ് വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണത്തെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത്
തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തതു ഭാഗ്യം. വേദാധികാര നിരൂപണത്തെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തതു ഭാഗ്യം. നോക്കാം ചട്ടമ്പിസ്വാമികളുടെ പ്രധാന കൃതികൾ. ആദിഭാഷ, പ്രാചീന മലയാളം, അദ്വൈതപഞ്ചരം, വേദാന്തസാരം, സർവമത സാമരസ്യം, അദ്വൈത ചിന്താപദ്ധതി, ജീവകാരുണ്യ നിരൂപണം, വേദാധികാര നിരൂപണം, ക്രിസ്തുമത നിരൂപണം എന്നിവ ചട്ടമ്പിസ്വാമികളുടെ പ്രധാന കൃതികളാണ്. ഒന്നുകൂടെ പറയാം. ആദിഭാഷ, പ്രാചീന മലയാളം. നോക്കൂ, ഭാഷയുമായി ബന്ധപ്പെട്ട 2 കൃതിയുണ്ട്. ആദിഭാഷ, പ്രാചീന മലയാളം. അദ്വൈത പഞ്ചരം. അദ്വൈതം എന്ന് കേൾക്കുമ്പോൾ ശ്രീനാരായണ ഗുരു പറയരുത്. അദ്വൈത പഞ്ചരം ആരുടേതാണ്? ചട്ടമ്പിസ്വാമികൾ. വേദാന്ത സാരം. നോക്കൂ, വേദാധികാര നിരൂപണവും വേദാന്ത സാരവും അങ്ങനെ രണ്ടും ആരുടേതാണ്? ചട്ടമ്പിസ്വാമികളുടേതാണ്. സർവമത സാമരസ്യം. സർവമതം എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരു പറയരുത്. സർവമത സാമരസ്യം ആരുടേതാണ്? ചട്ടമ്പിസ്വാമികളുടേതാണ്. അദ്വൈത ചിന്താപദ്ധതി. അപ്പോൾ അദ്വൈത പഞ്ചരം, അദ്വൈത ചിന്താപദ്ധതി, ജീവകാരുണ്യ നിരൂപണം, ക്രിസ്തുമത നിരൂപണം ഇതൊക്കെ ആരുടേതാണ്? ചട്ടമ്പിസ്വാമികളുടേതാണ്. നോക്കാം, ഒന്നുകൂടെ നോക്കാം. ചട്ടമ്പിസ്വാമികളുടെ പ്രധാന കൃതികൾ: ആദിഭാഷ, പ്രാചീന മലയാളം, അദ്വൈത പഞ്ചരം, വേദാന്തസാരം, സർവമത സാമരസ്യം, അദ്വൈത ചിന്താപദ്ധതി, ജീവകാരുണ്യ നിരൂപണം, വേദാധികാര നിരൂപണം, ക്രിസ്തുമത നിരൂപണം. കിട്ടിയോ? അടുത്തത് ചട്ടമ്പിസ്വാമികൾ പരിഭാഷപ്പെടുത്തിയ സുന്ദരസ്വാമികളുടെ തമിഴ് കൃതിയാണ് നിജാനന്ദ വിലാസം. ചട്ടമ്പിസ്വാമികൾ പരിഭാഷപ്പെടുത്തിയ സുന്ദരസ്വാമികളുടെ തമിഴ് കൃതിയാണ് നിജാനന്ദ വിലാസം. ചട്ടമ്പിസ്വാമികളുടെ വിയോഗത്തെ തുടർന്ന് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച വിലാപ കാവ്യമാണ് സമാധി സപ്തകം. ചട്ടമ്പിസ്വാമികളുടെ വിയോഗത്തെ തുടർന്ന് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച വിലാപ കാവ്യമാണ് സമാധി സപ്തകം. സമാധി സപ്താഹം. സമാധി സപ്താഹം എന്നത് പണ്ഡിറ്റ് കറുപ്പൻ്റെ കൃതിയാണ്. ആരുടെ വിയോഗത്തെ തുടർന്നാണ്? ചട്ടമ്പിസ്വാമികളുടെ വിയോഗത്തെ തുടർന്ന്. അത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ പോയിന്റ്സ് ഉൾപ്പെടുത്തി പോയിന്റ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ടൊക്കെ തരുന്നത്. അപ്പോൾ നിങ്ങളുടെ തീർച്ചയായിട്ടും നല്ല സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ആ സപ്പോർട്ട് മാത്രമാണ് നമ്മൾക്ക് ഈ ക്ലാസ്സൊക്കെ ചെയ്യാനുള്ള പ്രചോദനം എന്നൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, അടുത്തത് അയ്യങ്കാളി. അയ്യങ്കാളിയിലോട്ട് കിടക്കാം. ജനനം 1863. നോക്കൂ, ചട്ടമ്പിസ്വാമികൾ 53, അയ്യങ്കാളി 63. ഓഗസ്റ്റ് 28. അയ്യങ്കാളിയുടെ ജനനം 1863 ഓഗസ്റ്റ് 28. മരണം 1941 ജൂൺ 18. നോക്കൂ, ജനനം എപ്പോഴും ഓർത്ത് വെച്ചിരിക്കുക. പിതാവ് അയ്യൻ, മാതാവ് മാല, ഭാര്യ ചെല്ലമ്മ, വീട്ടുപേര് പ്ലാവത്തറ. അപ്പം അയ്യങ്കാളിയുടെ വീട്ടുപേര് പ്ലാവത്തറ. ബാല്യകാല നാമം കാളി. അയ്യങ്കാളിയുടെ ബാല്യകാല നാമം കാളി. ജനന സ്ഥലം പെരുങ്കട്ടുവിള. എന്താണ്? പെരുങ്കട്ടുവിള. പെരുങ്കട്ടുവിള. പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി. അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. കേരള സ്പാർട്ടക്കസ്, ആളിക്കത്തിയ തീപ്പൊരി, അധസ്ഥിതരുടെ പടത്തലവൻ, ആധുനിക ദളിതരുടെ പിതാവ്, നിരക്ഷരനായ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നീ നിലകളിൽ അറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. മഹാത്മാ എന്ന പേരിന് മുൻപിൽ ചേർത്തിരുന്ന നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളി. പേരിന് മുൻപിൽ മഹാത്മാ എന്ന പേര് ചേർത്തിയ നവോത്ഥാന നായകനാണ് ആര്? അയ്യങ്കാളി. ദളിത് വിദ്യാർത്ഥികൾക്കായി ഹോസ്റ്റലുകൾ സ്ഥാപിച്ചു. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്ന് EK നായനാർ വിശേഷിപ്പിച്ച വ്യക്തിയാണ് അയ്യങ്കാളി. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്ന് EK നായനാർ വിശേഷിപ്പിച്ചത് ആരെയാണ്? അയ്യങ്കാളിയെ. മഹാത്മാ എന്നറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളിയാണ്. പുലയൻ മത്തായി, പൊയ്കയിൽ യോഹന്നാനാണ്. പുലയൻ മത്തായി എന്നറിയപ്പെടുന്ന ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. പുലയൻ അപ്പച്ചൻ, സഹോദരൻ അയ്യപ്പനാണ്. പുലയൻ അപ്പച്ചൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. പുലയരാജ എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചു. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചു. 1893 വില്ലുവണ്ടി സമരം. വെങ്ങാനൂർ ടു കവടിയാർ കൊട്ടാരം വരെ വില്ലുവണ്ടി സമരം നടത്തിയത് ആരാണ്? അയ്യങ്കാളി. 1893. 1898 ആറാലുമൂട് ലഹള, ചാലിയത്തെരുവ് ലഹള എന്നിവ നടത്തി. ആറാലുമൂട് ലഹള, ചാലിയത്തെരുവ് ലഹള എന്നിവ നടത്തിയത് അയ്യങ്കാളിയാണ്. വർഷം 1898. 1904 1905
തിരുവിതാംകൂറിലെ ആദ്യത്തെ കർഷക സമരത്തിന് നേതൃത്വം നൽകി. 1904 ടു 1905 തിരുവിതാംകൂറിലെ ആദ്യത്തെ കർഷക സമരത്തിന് നേതൃത്വം നൽകി. 1905 വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. ആര്? അയ്യങ്കാളി. 1905 വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. ആരാണ്? അയ്യങ്കാളി. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. 1911 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. 1911 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. 1912 ശ്രീനാരായണ ഗുരുവിനെ ബാലരാമപുരത്ത് വെച്ച് കണ്ടുമുട്ടി. 1912 ശ്രീനാരായണ ഗുരുവിനെ ബാലരാമപുരത്ത് വെച്ച് കണ്ടുമുട്ടി. നെടുമങ്ങാട് ചന്തലഹള നടന്ന വർഷം 1912. 1913 കൊച്ചി പുലയ സഭ സ്ഥാപിച്ചു. 1913 കൊച്ചി പുലയ സഭ സ്ഥാപിച്ചു. 1915 ഊരൂട്ടമ്പലം ലഹള, പുലയ ലഹള, 90-ാം ആണ്ട് ലഹള, പെരിനാട് ലഹള, കല്ലുമാല സമരം എന്നിവയാണ് 1915 നടന്ന ഊരൂട്ടമ്പലം ലഹള എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഊരൂട്ടമ്പലം ലഹള, പുലയ ലഹള, 90-ാം ആണ്ട് ലഹള, പെരിനാട് ലഹള, കല്ലുമാല സമരം എന്നിങ്ങനെ അറിയപ്പെട്ടത് ഊരൂട്ടമ്പലം ലഹളയാണ് 1915. 1937 ഗാന്ധിജിയെ കണ്ടുമുട്ടി. അയ്യങ്കാളി ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് ഏത് വർഷമാണ്? 1937. 1938 സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. സാധുജന പരിപാലന സംഘം എന്തായി അറിയപ്പെടാൻ തുടങ്ങി? പുലയ മഹാസഭ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് ഏത് വർഷമാണ്? 1938. 1942 പുലയ മഹാസഭ സമസ്ത തിരുവിതാംകൂർ പുലയ മഹാസഭയിൽ ലയിച്ചു. 2002 ഓഗസ്റ്റ് 12 ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയുടെ ഓർമ്മയ്ക്കായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. 2002 ഓഗസ്റ്റ് 12 ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയുടെ ഓർമ്മയ്ക്കായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. 2010 കേരള സർക്കാർ അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ആരംഭിച്ചു. 2010 കേരള സർക്കാർ അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ആരംഭിച്ചു. SNDPയുടെ മാതൃകയിൽ അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. SNDPയുടെ മാതൃകയിൽ അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. കേരളത്തിലെ ആദ്യത്തെ ദളിത് പത്രമാണ് സാധുജന പരിപാലിനി. കേരളത്തിലെ ആദ്യത്തെ ദളിത് പത്രമാണ് സാധുജന പരിപാലിനി. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് നോക്കാം. സാധുജന പരിപാലനി പ്രസിദ്ധീകരിച്ചത് ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിൽ നിന്നാണ്. സാധുജന പരിപാലനി പ്രസിദ്ധീകരിച്ചത് സുദർശന പ്രസ്സിൽ നിന്ന്. സാധുജന പരിപാലനിയുടെ മുഖ്യ പത്രാധിപരായിരുന്നു ചെമ്പന്തറ കാളിച്ചോതിക്കറുപ്പൻ. ആരാണ് സാധുജന പരിപാലനിയുടെ മുഖ്യ പത്രാധിപർ? ചെമ്പന്തറ കാളിച്ചോതിക്കറുപ്പൻ. പെരിനാട് ലഹളയുമായി ബന്ധപ്പെട്ട് ഒത്തുതീർപ്പ് കേസിൽ പുലയർക്കായി വാദിച്ചത് ഇലഞ്ഞിക്കൽ ജോൺ വക്കീലാണ്. പെരിനാട് ലഹളയുമായി ബന്ധപ്പെട്ട് ഒത്തുതീർപ്പ് കേസിൽ പുലയർക്കായി വാദിച്ചത് ഇലഞ്ഞിക്കൽ ജോൺ വക്കീൽ. ഇലഞ്ഞിക്കൽ ജോൺ വക്കീൽ പുലയർക്ക് നിർമ്മിച്ചു നൽകിയ കുളമാണ് കമ്മാൽ കുളം. കമ്മാൽ കുളമാണ് ഇലഞ്ഞിക്കൽ ജോൺ വക്കീൽ പുലയർക്കായി നിർമ്മിച്ചു നൽകിയ കുളം. ദളിത് കുട്ടികൾക്കായി അയ്യങ്കാളി ആരംഭിച്ച ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച് പിൽക്കാലത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറിയ വ്യക്തിയാണ് KR നാരായണൻ. ദളിത് കുട്ടികൾക്കായി അയ്യങ്കാളി ആരംഭിച്ച ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച് പിൽക്കാലത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറിയ വ്യക്തിയാണ് KR നാരായണൻ. അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം ചിത്രകൂടം വെങ്ങാനൂർ. അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം ചിത്രകൂടം വെങ്ങാനൂർ. അയ്യങ്കാളിയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് വെള്ളയമ്പലം തിരുവനന്തപുരം. അയ്യങ്കാളിയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് വെള്ളയമ്പലം തിരുവനന്തപുരം. അയ്യങ്കാളി പ്രതിമ രൂപകൽപ്പന ചെയ്തത് ഇസ്രാ ഡേവിസ് ആണ്. അയ്യങ്കാളി പ്രതിമ രൂപകൽപ്പന ചെയ്തത് ഇസ്രാ ഡേവിസ്. അയ്യങ്കാളി പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്.
കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ, തൃശൂർ. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ, തൃശ്ശൂരാണ്. വികസന കോർപ്പറേഷൻ, ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എവിടെയാണ്? അയ്യങ്കാളി ഭവൻ, തൃശ്ശൂരാണ്. അടുത്തത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കാം, ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, ഒന്ന് ഓർത്തിരിക്കുക. ജനനം 1856 ഓഗസ്റ്റ് 20. ജനനം 1856 ഓഗസ്റ്റ് 20. ചിങ്ങമാസം ചതയം നാളിലാണ്. മരണം 1928 സെപ്റ്റംബർ 20. കന്നി 5-നാണ്. കന്നിമാസം 5-നാണ്. മലയാള മാസം ചേർത്ത് പഠിക്കുക. കന്നി 5-നാണ്. 1928 സെപ്റ്റംബർ 20. പിതാവ് മാടനാശാൻ. മാതാവ് കുട്ടിയമ്മ. ഭാര്യ കാളി. കുട്ടിക്കാലത്തെ പേര് നാരായണൻ, നാണു എന്നും വിളിച്ചിരുന്നു. നാരായണൻ അഥവാ നാണു എന്ന് വിളിച്ചിരുന്ന ആരെയാണ്? ശ്രീനാരായണ ഗുരുവിനെയാണ്. അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കുട്ടിക്കാലത്തെ പേരെന്താണ്? നാരായണൻ അല്ലെങ്കിൽ നാണു. വീട്ടുപേര് ഏതാണ്? വയൽവാരം വീട്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ജനനം 1856 ഓഗസ്റ്റ് 20, ചിങ്ങമാസം ചതയം. മരണമാണെങ്കിൽ 1928 സെപ്റ്റംബർ 20, കന്നി 5. പിതാവ് മാടനാശൻ, മാതാവ് കുട്ടിയമ്മ, ഭാര്യ കാളി. കുട്ടിക്കാലത്തെ പേര് നാരായണൻ അല്ലെങ്കിൽ നാണു. വീട്ടുപേര് വയൽവാരം വീട്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നു. നാണു ആശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ്. കേരള ബുദ്ധൻ എന്നറിയപ്പെടുന്നു. രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്നു. കേരള നവോത്ഥാനത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നു. SNDPയുടെ ആജീവനാന്ത പ്രസിഡന്റാണ് ശ്രീനാരായണ ഗുരു. കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയ ഏക നവോത്ഥാന നായകൻ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലും ഒരു വിദേശ രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ഇന്ത്യൻ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ജീവിച്ചിരിക്കെ തന്നെ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള നവോത്ഥാന നായകൻ കൂടിയാണ് ശ്രീനാരായണ ഗുരു. 1881 അഞ്ചുതെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ചു. 1887 അരുവിപ്പുറത്ത് ക്ഷേത്രം സ്ഥാപിച്ചു. 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തി. 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം നടത്തി. 1903 മെയ് 15 SNDP സ്ഥാപിച്ചു. 1904 വർക്കല ശിവഗിരി മഠം സ്ഥാപിച്ചു. വിവേകോദയം പ്രസിദ്ധീകരിച്ചു. കോടതിയിൽ ഹാജരാവുന്നതിൽ നിന്നും ഒഴിവാക്കി. 1912 ശിവഗിരി ശാരദാ പ്രതിഷ്ഠ നടത്തി. 1913 ആലുവ അദ്വൈത ആശ്രമം സ്ഥാപിച്ചു. 1915 മിശ്രഭോജനം സംഘടിപ്പിച്ചു. 1916 ആലുവയിൽ സംസ്കൃത സ്കൂൾ ആരംഭിച്ചു. നാരായണ സേവക സമാജം സ്ഥാപിച്ചു. 1918 ആദ്യ ശ്രീലങ്കൻ സന്ദർശനം. ആദ്യമായി കാഷായ വസ്ത്രം ധരിച്ചു. 1924 ആലുവ സർവമത സമ്മേളനം. അപ്പൊ ആലുവ അദ്വൈതാശ്രമം എപ്പോഴാണ് സ്ഥാപിച്ചത്? 1913 എന്നാൽ 1924 ആലുവ സർവമത സമ്മേളനം നടത്തുന്നത്. ആലുവ സർവമത സമ്മേളനം ഏതാ വർഷം? 1924. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, 1926 രണ്ടാമത്തെ ശ്രീലങ്കൻ സന്ദർശനം. ആദ്യം എന്നായിരുന്നു? ആദ്യം 1918 പിന്നീട് 1926 രണ്ടാമത്തെ ശ്രീലങ്കൻ സന്ദർശനം. 1927 അവസാനമായി പങ്കെടുത്ത പൊതുപരിപാടി. 1967 ഓഗസ്റ്റ് 21 തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. 2006 സെപ്റ്റംബർ 7 RBI ഗുരുവിന്റെ മുഖം ആലേപനം ചെയ്ത് 5 രൂപ നാണയം പുറത്തിറക്കി. 1882 ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുമുട്ടി. ഇനി കുറച്ച് നവോത്ഥാന നായകരും അതുപോലെ ശ്രീനാരായണ ഗുരുവുമായി കണ്ടുമുട്ടിയ സ്ഥലം, വർഷം എന്നിവയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. നോക്കാം. 1882 ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുമുട്ടി. 1891 കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കായിക്കരയിൽ വെച്ച് കണ്ടുമുട്ടി.
1895 ഡോക്ടർ പൽപ്പു ശ്രീനാരായണ ഗുരുവിനെ ബാംഗ്ലൂരിൽ വെച്ച് കണ്ടുമുട്ടി. 1912 അയ്യങ്കാളി ബാലരാമപുരത്ത് വെച്ച് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. 1914 വാഗ്ഭടാനന്ദൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് ആലുവയിൽ വെച്ചാണ്. 1916 രമണ മഹർഷി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി തിരുവണ്ണാമല ക്ഷേത്രത്തിൽ വെച്ച്. 1922 ടാഗോർ, CF ആൻഡ്രൂസ് എന്നിവർ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി ശിവഗിരി ആശ്രമത്തിൽ വെച്ച്. 1925 ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി ശിവഗിരിയിൽ വെച്ച്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യകാല ഗുരുവാണ് കണ്ണങ്കര മൂത്തപിള്ള ആശാൻ. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യകാല ഗുരുവാണ് കണ്ണങ്കര മൂത്തപിള്ള ആശാൻ. ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവാണ് പേട്ടയിൽ രാമൻ പിള്ള ആശാൻ. ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ അഭ്യസിപ്പിച്ച ഗുരുവാണ് തൈക്കാട് അയ്യ. അത് നോട്ട് ചെയ്ത് വെക്കാം. ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് പിള്ളത്തടം ഗുഹ. മരുത്വമലയിലെ പിള്ളത്തടം ഗുഹയിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ചത്. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക. ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുത്ത പൊതുപരിപാടി SNDP യോഗം കോട്ടയം. ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് കളവങ്കോട്. ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം കളവൻകോട്. ശ്രീനാരായണ ഗുരു അവസാനമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് ഉല്ലല ഓംകാരേശ്വര ക്ഷേത്രം. ഉല്ലല ഓംകാരേശ്വര ക്ഷേത്രം. ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് വിളക്കമ്പലം ക്ഷേത്രം കാരമുക്ക്. ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് വിളക്കമ്പലം ക്ഷേത്രം കാരമുക്ക്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ സന്യാസി ശിഷ്യനാണ് ശിവലിംഗദാസ സ്വാമികൾ. ആദ്യ സന്യാസി ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികൾ. ശ്രീനാരായണ ഗുരുവിന്റെ അവസാനത്തെ സന്യാസി ശിഷ്യനാണ് ആനന്ദതീർത്ഥ സ്വാമികൾ. ആനന്ദതീർത്ഥ സ്വാമികളാണ് അവസാനത്തെ സന്യാസി ശിഷ്യൻ. അടുത്തത്, ശ്രീനാരായണ ഗുരു തന്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്തത് ബോധാനന്ദ സ്വാമികളെയാണ്. ശ്രീനാരായണ ഗുരു തന്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്തത് ബോധാനന്ദ സ്വാമികളെ. ഗുരുവിന്റെ ശിഷ്യനായ ആദ്യ യൂറോപ്യനാണ് ഏണസ്റ്റ് ക്രിക്ക്. ഗുരുവിന്റെ ശിഷ്യനായ ആദ്യ യൂറോപ്യൻ ഏണസ്റ്റ് ക്രിക്ക്. ഗുരുവിനെ രണ്ടാം അശോകൻ എന്ന് വിശേഷിപ്പിച്ചത് G ശങ്കരക്കുറുപ്പാണ്. ഗുരുവിനെ രണ്ടാം അശോകൻ എന്ന് വിശേഷിപ്പിച്ചത് G ശങ്കരക്കുറുപ്പ്. ഗുരുവിനെ പെരിയസ്വാമി എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ പൽപ്പു ആണ്. ഗുരുവിനെ പെരിയസ്വാമി എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ പൽപ്പു. ഗുരുവിനെ കേരള നവോത്ഥാനത്തിന്റെ രാജശില്പി എന്ന് വിശേഷിപ്പിച്ചത് P ഗോവിന്ദപിള്ള. ഗുരുവിനെ കേരള നവോത്ഥാനത്തിന്റെ ശില്പി എന്ന് വിശേഷിപ്പിച്ചത് P ഗോവിന്ദപിള്ള. ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് ജസ്റ്റിസ് സദാശിവ അയ്യർ. ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് സദാശിവ അയ്യർ. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ജീവചരിത്രം രചിച്ചത് മൂർഖോത്തുകുമാരനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോളൂ. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ജീവചരിത്രം രചിച്ചത് മൂർഖോത്തുകുമാരൻ. ഗുരു രചിച്ച ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഗുരു രചിച്ച ആദ്യ കൃതി ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വചനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പുസ്തകമാണ് ജാതിമീമാംസ. ജാതിമീമാംസയിലാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വചനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ എന്ന് തുടങ്ങുന്ന വരികൾ ആത്മോപദേശ ശതകത്തിലെ വരികളാണ്. അരുവിപ്പുറം പ്രതിഷ്ഠ സമയത്ത് രചിച്ച കൃതിയാണ് ശിവശതകം. ശിവശതകം. ചട്ടമ്പി സ്വാമികളെ ആദരിച്ചുകൊണ്ട് രചിച്ച കൃതിയാണ് നവമഞ്ജരി. ചട്ടമ്പി സ്വാമികളെ ആദരിച്ചുകൊണ്ട് രചിച്ച കൃതിയാണ് നവമഞ്ജരി. നോട്ട് ചെയ്യാം. ദൈവമേ കാത്തുകൊള്ളുക കൈവിടാതങ്ങു ഞങ്ങളെ. ദൈവമേ കാത്തുകൊള്ളുക കൈവിടാതങ്ങു ഞങ്ങളെ എന്ന് തുടങ്ങുന്ന വരികൾ ദൈവദശകത്തിലേതാണ്. ദൈവദശകം. രമണ മഹർഷിയെ സന്ദർശിച്ച ശേഷം രചിച്ച കൃതിയാണ് മുനിചര്യ പഞ്ചകം. മുനിചര്യ പഞ്ചകം അപ്പൊ ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധിയെ തുടർന്ന് രചിച്ച കൃതിയാണ് സമാധി ശ്ലോകം. ചട്ടമ്പി സ്വാമികളുടെ സമാധിയെ തുടർന്ന് രചിച്ച കൃതിയാണ് സമാധി ശ്ലോകം. ഗുരു രചിച്ച മിസ്റ്റിക്സ് കവിതയാണ് കുണ്ടലിനിപ്പാട്ട്. എന്താണ് കുണ്ടലിനിപ്പാട്ട്? ദർശനമാല, ദൈവചിന്തനം, നവമഞ്ജരി, ജാതി നിർണയം എന്നിവ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. SNDPയുടെ രൂപീകരണത്തിന് കാരണമായത് അരുവിപ്പുറം ക്ഷേത്രയോഗമാണ്. SNDPയുടെ രൂപീകരണത്തിന് കാരണമായത് അരുവിപ്പുറം ക്ഷേത്രയോഗം. SNDPയുടെ മുൻഗാമിയാണ് വാവൂട്ട് യോഗം. SNDPയുടെ മുൻഗാമി വാവൂട്ട് യോഗം.
SNDPയുടെ ആദ്യ മുഖപത്രം വിവേകോദയം. SNDPയുടെ ആദ്യ മുഖപത്രം വിവേകോദയം. ഇഴവ ഗസറ്റ് എന്നറിയപ്പെട്ട പ്രസിദ്ധീകരണമാണ് വിവേകോദയം. ഇഴവ ഗസറ്റ് എന്നറിയപ്പെട്ട പ്രസിദ്ധീകരണം വിവേകോദയം. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രമാണ് യോഗനാഥം. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം. SNDPയുടെ ആസ്ഥാനം കൊല്ലം. SNDPയുടെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലം. SNDPയുടെ ആദ്യ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു. SNDPയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപു. SNDPയുടെ ആദ്യ സെക്രട്ടറിയാണ് കുമാരനാശാൻ. SNDP സെക്രട്ടറി പ്രസിഡന്റ് പദവികൾ വഹിച്ച കേരള മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ. ശ്രീനാരായണ ട്രസ്റ്റ് രൂപീകരിച്ചത് ആർ ശങ്കറാണ്. 1952 കൊല്ലത്ത്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ആർ സുകുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ് യുഗപുരുഷൻ. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ആർ സുകുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ് യുഗപുരുഷൻ. യുഗപുരുഷനിൽ ഗുരുവായി അഭിനയിച്ചത് തലൈവാസൽ വിജയ്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി കന്നേറ്റിക്കായൽ. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? കന്നേറ്റിക്കായൽ. ശ്രീനാരായണ ജയന്തി വള്ളംകളി കുമരകം. ശ്രീനാരായണ ജയന്തി വള്ളംകളി. ശ്രീനാരായണ ട്രോഫി ആണെങ്കിൽ കന്നേറ്റിക്കായൽ, ശ്രീനാരായണ ജയന്തി വള്ളംകളിയാണെങ്കിൽ കുമരകം. കൂട്ടുകാരെ, നമ്മുടെ നവോത്ഥാനം എന്ന് പറയുന്ന പോർഷൻസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. കൂട്ടുകാരെ, എനിക്ക് ക്ലാസ് ചെയ്യാനുള്ള പ്രചോദനം നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ്. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ധാരാളം ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റും കൂടെ ഉണ്ടാവും. അപ്പോൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ നൽകാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. എല്ലാ പരീക്ഷയും നന്നായിട്ട് എഴുതാനായിട്ട് കഴിയട്ടെ. എല്ലാവർക്കും എല്ലാം ഓർമ്മയിൽ വരട്ടെ. നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ. ഓക്കെ, എല്ലാ വിജയ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക്